ജയ ടീച്ചറും ചേരുന്നു. ടീച്ചറെ ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്. എന്തായാലും വളരെ ഇമോഷണൽ ആയിട്ടാണ് ടീച്ചർ അവിടെ പ്രതികരിച്ചത്. ടീച്ചർ പറഞ്ഞത് ഈ ശിക്ഷാ നിയമം മാറ്റി എഴുതണം എന്നുള്ളതാണ് അല്ലേ? ടീച്ചർ അങ്ങനെ അവിടെ വന്ന് പ്രതികരിക്കാനുള്ള ആ ഒരു ചേതോവികാരം എന്തായിരുന്നു? ടി വിയിൽ ഇങ്ങനെ കണ്ടിട്ട് തന്നെ വന്നതാണ്. ടി വി കണ്ടിട്ട് വന്നതാണ്. പക്ഷെങ്കിൽ നമുക്ക് ശരിക്കും പ്രതികരിക്കേണ്ടതായിട്ട് തോന്നിയിട്ട് തന്നെ വന്നതാണ്. എന്നാന്ന് വെച്ചാൽ ഇപ്പം മദ്യവും മയക്കുമരുന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടും എല്ലാവരും കുട്ടികളെല്ലാം നശിക്കുകയാണ്. കുട്ടികൾ തന്നെയല്ല, ഓരോ കുടുംബങ്ങളും നശിക്കുകയാണ്. അപ്പോൾ അതിന് പ്രതികരിച്ചാൽ പറ്റുമെന്ന് തോന്നിയിട്ട് വന്നതാണ്. ഈ കുട്ടിക്കൊലപാതകികൾ ഇപ്പോൾ അവരെ താമസിപ്പിച്ചിരിക്കുന്ന ആ സ്കൂളിൽ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ അനുവദിച്ച ആ സ്കൂളിലെ ടീച്ചറായിരുന്നോ ജയ ടീച്ചർ? അതെ 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 അതെ. അല്ല, ഇവരെ നമുക്ക് അവരിലൊരു പരിവർത്തനം കൊണ്ടുവരാനൊക്കെ സാധിക്കുമോ? എന്താണ് അനുഭവം? എൻ്റെ അനുഭവം കൊണ്ട് വളരെ ചുരുക്കം കുട്ടികളെ നന്നായിട്ടുള്ളൂ. വളരെ ചുരുക്കം കുട്ടികൾ അവിടുന്ന് എന്തൊക്കെ നമ്മൾ ചെയ്താലും വളരെ ചുരുക്കം കുട്ടികളെ നന്നായിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും ഈ കുട്ടികളെ അവിടെ അല്ലായിരുന്നു താമസിപ്പിക്കേണ്ടത്, ജയിലിൽ തന്നെയായിരുന്നു കൊണ്ടുപോകേണ്ടത്. ശരിക്കും അഡൽസിൻ്റെ ജയിലിൽ തന്നെ കൊണ്ടുപോകണമായിരുന്നു. ഈ കുട്ടികൾ കൊലപാതകങ്ങളിലാണ്. അപ്പോൾ അത് അവർ തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടം ചേർന്ന് ആരെ കൊന്നാലും ഒന്നുമില്ല, ഒരു ശിക്ഷയും കിട്ടത്തില്ല, നമ്മളെ വെറുതെ വിടുമെന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ശിക്ഷയിൽ ശരിക്കുള്ള മാറ്റം വരുത്തണം, ഭേദഗതി വരുത്തിയേ പറ്റൂ, എന്നാലേ ഈ നാട് നന്നാകാൻ പോകുന്നുള്ളൂ. എനിക്കുള്ള കുഞ്ഞുങ്ങൾ എനിക്കുമുണ്ട് 3-4. ടീച്ചർ, എന്തുകൊണ്ട് ഈ കുട്ടികൾ വഴിതെറ്റി പോകുന്നത് അന്വേഷിച്ചിട്ടുണ്ടോ? തീർച്ചയായും അന്വേഷിച്ചിട്ടുണ്ട്. മദ്യവും മയക്കുമരുന്നും സിഗരറ്റ് രക്ഷിതാക്കൾ പറയുന്ന കേൾക്കത്തില്ല, സ്കൂളിൽ ടീച്ചർ പറയുന്ന അനുസരിക്കത്തില്ല. ഓരോ സ്കൂളും നിങ്ങൾ കയറി ഇറങ്ങി നോക്കുക, മിക്ക കുട്ടികളും ക്ലാസ്സിന് പുറത്താണ്. ഒരു കുട്ടിയും, ഞാൻ DPPക്കെതിരെ വരെ പ്രതികരിച്ച ആളാണ്, ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ കൂടെ. ഈ നാട് നാശത്തിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയേ ഉള്ളൂ. നാട് നന്നാകണമെന്ന് ആർക്കും ഒരു ചിന്തയുമില്ല. ജാതിയും മതവും രാഷ്ട്രീയം നോക്കിയാൽ ഇനിയുള്ള കാലത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തില്ല. അതിന് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. നാട് നന്നാകണമെന്നുണ്ടെങ്കിൽ സ്വയം നമ്മളിപ്പോൾ ഒരുമ്പെട്ടിറങ്ങണം. എൻ്റെ കൂടെ ഈ മക്കൾ മരിച്ചുപോയ, ഇങ്ങനെ കൊല ചെയ്യപ്പെട്ട മക്കളുടെ അമ്മമാർ എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാനും അവരുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണ്. ഇത് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. തീരുമാനം ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ വരരുത്, ഇനി ഒറ്റ കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എൻ്റെ കുഞ്ഞാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് വന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. ഓരോ കുട്ടികളും എല്ലായിടത്തും, ഇന്നിപ്പോൾ എറണാകുളത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് ടീച്ചറിനോട് ചെന്ന് പറഞ്ഞ ഒരു കുട്ടിയെ എറണാകുളത്ത് കൊച്ചിയിലിട്ട് അടിക്കുന്നുണ്ട്. അതും ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിമിഷം കൊണ്ട് ഇത് കൂടുകയാണ്, കുറയുന്നില്ല. അതുകൊണ്ട് ഇതിന് പ്രതികരിച്ചാൽ പറ്റുമെന്ന് തോന്നിയിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. അധികാരത്തിലിരിക്കുന്നവർ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചാൽ പറ്റുന്നു. നമ്മൾ ഇറങ്ങി ഒരു കാര്യത്തിനും ശരിയായിട്ടുള്ള ശിക്ഷ കിട്ടുന്നില്ല. ഇവരെയൊക്കെ പിന്നീട് ജാമ്യത്തിൽ ഇറക്കി വിടുകയാണ്. അതൊക്കെ തെറ്റാണ്. ഇങ്ങനെയുള്ളവർക്കൊന്നും ജാമ്യം കൊടുക്കാൻ പാടില്ല. പിന്നെ അവർ പിന്നെ ആളുകളെ കൊല്ലുകയാണ്. ഇത് ശരിയല്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. ആ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിക്കേണ്ടി ഒരു കാര്യമില്ല. ഈ കുട്ടികൾ ഇനി പരീക്ഷ എഴുതിയിട്ട് എന്ത് ചെയ്യാനാണ്? കൊല്ലാൻ തീരുമാനിച്ച് ഒരുമ്പെട്ട് ഇറങ്ങിയവർ ഇനി പരീക്ഷ എഴുതിയിട്ട് എന്ത് നേടാനാണ്? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ആ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിക്കണ യാതൊരു കാര്യമില്ല. ആ കുട്ടി മരിച്ചിട്ട് എത്ര ദിവസമായി? ഇത്ര എളുപ്പം ഇവരെ കൊണ്ട് പരീക്ഷ എഴുതി എന്ത് നേടാനാ? അവരെ എവിടെ കൊണ്ടുവിടാനാ? അവർക്ക് ജോലി കൊടുത്ത് മരണപ്പെട്ട ആ കുട്ടിയും ഇന്ന് പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ് അല്ലേ? ആ വീട്ടുകാർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും. അതെ അതെ അതെ. ആ അമ്മ നേരെ ഇരുന്നിട്ടില്ല ഇതുവരെ.
അമ്മ അബോധാവസ്ഥയിലാന്ന അച്ഛൻ പറഞ്ഞത്. ഇതൊന്നും കേൾക്കാനും എത്ര അമ്മമാർ കരയുന്നു, എത്ര അമ്മമാർ ഇതുപോലെ, എത്ര അമ്മമാരുടെ എത്ര മക്കൾ പോയിട്ടുണ്ട്, എത്ര കുട്ടികളെ എവിടെല്ലാം ആയിട്ട് കൊന്നു. വയനാട്ടിൽ പിന്നെ കൊന്നത് എല്ലാം നമുക്കറിയാം, എത്ര കുട്ടികളെ കൊന്നു. ഇപ്പം ആ ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നത്. അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ആരെയും ഭയമില്ല. അപ്പം അങ്ങനെയുള്ളതിനെ പിടിച്ച് ജയിലിൽ തന്നെ ഇടണം. അല്ലെങ്കിൽ അതിന് ശിക്ഷ, അതിന് ജയിലിലല്ല, വിദേശികൾ നടപ്പാക്കുന്ന ശിക്ഷ തന്നെ ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഈ കേരളം ഇനി നന്നാകാൻ പോകുന്നുള്ളൂ. അല്ലാതെ ഇവർക്ക് ആർക്കും ഒരു ഭയവുമില്ല. നാളെ ജാമ്യത്തിൽ ഇറങ്ങാമെന്നുള്ള വിചാരത്തിലാണ് ഇവരെല്ലാം നടക്കുന്നത്. അപ്പം എന്തുമാകാമെന്നും കണ്ടാണ് ഈ കുട്ടികളെ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് ഞാൻ രാവിലെ പറഞ്ഞത് മുഴുവൻ കറക്റ്റാണ്. അതിൻ്റെ ബാക്കി എനിക്ക് പറയാനുള്ളത്, TV, സീരിയല്, സിനിമ ഒക്കെ ഇതിനകത്ത് പങ്കുണ്ട്. ഒരു നല്ല കുടുംബ ജീവിതത്തെ പറ്റി ഒറ്റ സീരിയലും ഇല്ല, ഒറ്റ സിനിമയും ഇല്ല, ഒരു സിനിമയിൽ പോലും ഇല്ല. വെട്ടിക്കൊല്ലാത്ത ഒറ്റ സിനിമ പോലും ഇല്ല, വെട്ടിക്കൊല്ലാത്ത വഴക്കുണ്ടാക്കാത്ത ഒരു സീരിയൽ പോലും ഇല്ല. ഒരു നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന ഒരു നല്ല കുടുംബത്തെ പറ്റി ഒരു സീരിയൽ ഉണ്ടാക്കിക്കൂടെ? ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു സിനിമയെ പറ്റി ഒരു സിനിമ ഉണ്ടാക്കിക്കൂടെ? എന്തിനാ ഇങ്ങനെ അതിനകത്തൊക്കെ ഈ സ്റ്റണ്ടും അടിയും കൊലയും ഉണ്ടായാലേ സിനിമ നന്നാകത്തുള്ളൂ, ആള് കാണാനുള്ളെന്ന്? അങ്ങനത്തെ ആളുകളാണ് ഈ കൊലയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, സിനിമയും സീരിയലും ഒക്കെ സമയം കിട്ടുമ്പോൾ കാണാറുണ്ട്. കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്ത് സിനിമ ഇത്, ആരാണ്ട് ഭ്രാന്തന്മാരുണ്ടാക്കിയ കഥകളെന്ന്. അല്ല, ഇതൊന്നും മനുഷ്യന് ജീവിക്കാൻ കൊള്ളാവുന്നതും മനുഷ്യനെ അനുഗ്രഹിക്കാൻ കൊള്ളാവുന്നതുമായിട്ട് ഉള്ള ഒരു കഥ പോലും ഇന്ന് വരെ സിനിമയിലും സീരിയലിലും വന്നിട്ടില്ല. ഇതുകൊണ്ട് ഒരു കുട്ടിയല്ല, ഒരു മനുഷ്യനും നന്നാകത്തില്ല. ഇത് കാണുന്നവർ മുഴുവൻ അധപ്പതനത്തിലേക്ക് പോവുകയാണ്. പെൺകുട്ടികൾ ആരും വേഷം ധരിക്കൂല, സത്യം പറഞ്ഞ വസ്ത്രം ധരിക്കൂല. ആണുങ്ങൾക്കൊക്കെ വസ്ത്രമുണ്ട്. ഇതൊക്കെ എന്ത് 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 പോക്കാ പോകുന്ന കേരളം?